ആ ഓയിലിച്ച മുമ്പ് ഒരു ലോറി വേക്കെടുക്കണം. അപ്പൊ റേറ്റ് പറയാം, ബേക്കിൽ ഒരാളെ വരട്ടെ റേറ്റ് പറഞ്ഞാണ്ട് ഇങ്ങനെ ബേക്കിൽ റേറ്റ് പറയാം. പറയുന്ന ആള് കുറച്ച് ബുദ്ധി കമ്മിയുള്ള ആളാണ്. വണ്ടി ഇങ്ങനെ വന്ന് കുഴിയിലാണ് വീണു. അപ്പൊ റേറ്റ് പറയുന്ന ആള് പറഞ്ഞു റേറ്റ് ബദരീങ്ങളെ കൊണ്ട് റേറ്റ് എന്ന മാതിരിയാണ് മൗലവിമാര് വണ്ടി ബേക്കൊക്കെ അങ്ങനെ ഓട്ടി ഇപ്പൊ വഹാബികളെ വണ്ടി പോയി വീണു, തോട്ടില് വീണു. അപ്പൊ മുജാഹിദീങ്ങൾ പറയണം, ഇനിയിപ്പോ ഇവിടുന്ന് ചൈത്താനെയാ വിളിച്ചണ്ടി, ജിന്നിനെയാ വിളിച്ചണ്ടി, ജോസഫിനെയാ വിളിച്ചണ്ടി, എന്നാലും ബദരീങ്ങളെ വിളിച്ച് തടി കാക്കാനുള്ള ഏർപ്പാടല്ല. എങ്ങനെ പൂച്ചനെ പിടിച്ചിട്ടാ കൗന്നേ വീഴുള്ളൂ എന്ന് പറഞ്ഞ മാതിരി എങ്ങനെ മുജാഹിദീങ്ങളെ വട്ടം കറക്കിയാലും ചൈത്താന്റെ അടുത്തും ജോസഫിന്റെ അടുത്തും ഉണ്ട്, ബദരീങ്ങളെ അടുത്തേക്കാണ് വരൂല. മൗലവി വണ്ടി ഓടണ കഥ പറയും. അല്ലെ ഇപ്പൊ ഷെയ്ത്താൻ കുറച്ച് കൂടെ കാലാപ്പോ മനുഷ്യര് പഞ്ചാ പറയും ഷെയ്ത്താനും ജിന്നാണ്. ഈ കോലത്തിൽ എവിടുന്ന് ഈ പ്രസ്ഥാനം തുടങ്ങി അവിടെ കൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ. ഓരോരുത്തോളം റിവേഴ്സ് ഗിയറിൽ ഓട്ടണം എന്നുള്ള കോലത്തിൽ നടക്കുന്ന പഠിച്ചു മറിയാന്ന് പറഞ്ഞില്ലേ? അല്ല, ഇത് വണ്ടി ഓട്ടി മറിഞ്ഞതാ. എവിടെ മറിഞ്ഞു? പുഴയിൽ. കാരണം ആ വണ്ടി ഓടിയത് റിവേഴ്സ് ഗിയറിലാ. എന്തേ വണ്ടി റിവേഴ്സ് ഗിയറിൽ ഓടാനുള്ള കാരണം? വേറെ ഗിയർ ആ വണ്ടിക്കില്ല. ഇവിടെ ഈ വിഡ്ഢിത്തരത്തിന് മൗലവിമാര് പറഞ്ഞ പേരാണ് നവോത്ഥാനം. ആ നവോത്ഥാനത്തിന്റെ അടിവേരിറക്കി കമറുലുലമ കാന്തപുരം ഉസ്താദേ. എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ വണ്ടിയോട്ടി കമറുലുലമ എവിടേക്ക്? മുന്നോട്ട്. ഏതാ വണ്ടി? GMC തന്നെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. മാത്രമല്ല സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ തെരുവിലൂടെ ആ വണ്ടിയോട്ടിയപ്പോ ഉസ്താദ് പറഞ്ഞത് ചൈത്താമസാരിയല്ല, ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാ ഉസ്താദ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ഉസ്താദിനെ വിളിച്ചു ഉസ്താദേ. കാരണം എന്താ? നിങ്ങൾ നാട്ടുകാർ ഉസ്താദ് എന്ന് വിളിച്ചാണെങ്കിൽ പഠിക്കാൻ പറ്റിയത് മൗലവിമാര് പ്രസംഗിക്കണം. ചില മൗലവിമാരെ പ്രസംഗം കേട്ടാല് അങ്ങാടിക്ക് മത്സ്യം വാങ്ങാൻ വന്ന കുമാരൻ പറയും, ഞാൻ വേം വീട്ടിൽ പോവുക, കേൾക്കാൻ വയ്യത്, അതുകൊണ്ട് വേം മത്സ്യം വാങ്ങി വീട്ടിൽ പോട്ടെ. ഓന് ഈ മോലിയാരെ ഉസ്താദ് നല്ല വിളിച്ച വേം ചീഞ്ഞ വല്ല തക്കാളി ഉണ്ടോ നോക്കും, അതാ ചെയ്യാ. എന്നാൽ ഉസ്താദിന്റെ പ്രസംഗം ഈ രാജ്യത്തെ ജോസഫ് പഠിക്കാനുള്ളതായി കണ്ടു, രാമകൃഷ്ണൻ പഠിക്കാനുള്ളതായി കണ്ടു. അങ്ങനെ ബെന്നി ബഹനാൻ എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരൻ ആവേശത്തോടെ പറയാം. എന്താ പറയുന്നത്? ഉസ്താദെ, അങ്ങ് സക്കാഫിയാളെ മാത്രം ഉസ്താദല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെയും ഉസ്താദാണ് എന്ന് ബെന്നി ബഹനാൻ എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരനാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 33 വർഷക്കാലം ഇത്തരം മഹനീയമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മക്കത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രേരണ എന്നിലുണ്ടായത് ബഹുമാനായ AP ഉസ്താദിന്റെ സാന്നിധ്യം ഈ സദസ്സിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹവുമായി വ്യക്തിപരമായി ഇടപഴകാൻ മർക്കസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി, കോഴിക്കോട്ട് പോയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹവുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ സംസാരത്തിന്റെയും ആ വ്യക്തിപരമായ അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ, വിദ്യാഭ്യാസ മേഖലയുടെ മഹത്വത്തിലൂടെ ആ അറിവിന്റെ എല്ലാ സാരാംശങ്ങളും ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നിട്ട് കൊടുക്കുന്നതിൽ ബഹുമാനായ ഉസ്താദ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ധർമ്മച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ആദർശപരമായ ആശയപരമായ മൂല്യപ്രകർഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തമായ നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹങ്ങളും സമുദായങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സംഘർഷമായ അന്തരീക്ഷമുണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നുയെന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനായി ഉസ്താദ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉസ്താദ് മക്കത്തിന്റെ മാത്രം ഒരു സമ്പത്തല്ല, ഉസ്താദ് ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ സമ്പത്തല്ല. ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുമാനിക്കുന്ന ബഹുമാനായ AP അബ്ദുൽ ഖാദർ ഉസ്താദിനെ ഞാൻ അഭിമാനത്തോടു കൂടി പറയും, എന്റെ കൂടി ഉസ്താദ് എന്ന് പറയാനുള്ള
അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രയോജനവും കൊടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം നിങ്ങളെപ്പോലെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതിൽ വീഴ്ച പറ്റിയാൽ അതിന്റെ പേരിൽ ദോഷം സംഭവിക്കുന്നത് ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ അല്ല, നേരെ മറിച്ച് സഹായം ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് എന്ന തിരിച്ചറിവ് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇന്ന് തയ്യാറായിട്ടുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെയും ആ മഹത് വ്യക്തിയുടെയും വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ഉസ്താദ് നടത്തിയ ഒന്നാം കേരള യാത്ര, അതിലൂടെ കാന്തപുരം ഉസ്താദിനെ തിരിച്ചറിഞ്ഞ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലാണ്. രണ്ടാമത്തെ യാത്ര കാന്തപുരം ഉസ്താദ് നടത്തിയപ്പോൾ ബെന്നി ബഹനാൻ പറഞ്ഞു, ഉസ്താദേ, കേരളത്തിൽ ഉസ്താദുമാര് കുറെ ഉണ്ട്, പക്ഷേ ഉസ്താദ് എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും തിരിയണ ഉസ്താദ് കാന്തപുരം ഉസ്താദാണ്. അത് ചിലർക്ക് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പല പ്രത്യേകതകൾ കൊണ്ടും പുതുമ കൊണ്ടും കേരളീയ സമൂഹത്തിന്റെ തെരുവീതികളിലൂടെ കടന്നുപോയ ജാഥകളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു ജാഥയായി കാന്തപുരം ഉസ്താദിന്റെ ഈ ജാഥ മാറി എന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരുന്നത്. ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാനിയായ AP ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് ശ്രീ KK കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരുമുണ്ടാകും, പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത്, ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ AP ഉസ്താദിനെയാണ് എന്ന കാര്യത്തിൽ. എങ്ങനെ മുസ്ലിംമാര് തലി കെട്ടിങ്ങാണ്ട് പലരും ഉണ്ടാവും റോട്ടുമ്പോ കൂടെ, പക്ഷേ ജോസഫിനും രാമകൃഷ്ണനും ഒക്കെ ഉസ്താദ് എന്ന് പറയാൻ പറ്റിയ ഒരു പണ്ഡിതൻ ഖമറുലുലമാ കാന്തപുരം ഉസ്താദാണ്. എന്തുകൊണ്ട്? മഹാനായ ഉസ്താദിന്റെ ജീവിതം ഈ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ്. ആ ഒരു പ്രബോധനവുമായി ഉസ്താദ് മുന്നോട്ട് പോകുമ്പോൾ ഉസ്താദിനെ ചൂഷകനാക്കിയവരുണ്ട്, ഉസ്താദിനെ വഞ്ചകനാക്കിയവരുണ്ട്, ഉസ്താദിനെ തെറി പറഞ്ഞവരുണ്ട്, ഉസ്താദിനെ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ചവരും അവഹേളിച്ചവരുമുണ്ട്. പക്ഷേ അവരോടെല്ലാവരോടും, അനുയായികളോടും എതിരാളികളോടും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാനല്ലാതെ ആരെയും അവിടുന്ന് തെറി പറഞ്ഞില്ല, ആരെയും അവിടുന്ന് ആക്ഷേപിച്ചില്ല, ആരെയും അവിടുന്ന് കുറ്റപ്പെടുത്തിയില്ല. അവിടുത്തെ ജീവിതം നീ നാടിന് വേണ്ടി സമർപ്പിച്ചു, അവിടുത്തെ ജീവിതം നീ ഉമ്മത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഉസ്താദിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് സഖാഫികളല്ല, SSFകാരല്ല, SYSകാരല്ല. ഈ രാജ്യത്തെ പൊതുപ്രവർത്തകന്മാർ SP ഉസ്താദിനെതിരെയുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങി. കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ആര്യാടൻ മുഹമ്മദ് സാഹിബ് തിരുവനന്തപുരത്തെ കേരള യാത്രയിൽ വെച്ചുകൊണ്ട് ആ കാര്യം വിശദീകരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ്.
ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്ര ഇല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്. അതിനെ തൊട്ടു കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്. അതിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിന്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം എനിക്കറിയാം, മതവും രാഷ്ട്രീയവും അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ. എന്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുനിന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെന്ന്. ഞാൻ എന്നും ഒരു മുസ്ലിമാ. ഇസ്ലാം മതം എന്താണെന്ന് എനിക്കറിയാം. അവരൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. വേണമെങ്കിൽ അതുകൊണ്ട് എന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കി 2 ആഴ്ച മുമ്പ്. എനിക്കത് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇസ്ലാം മതം കൊണ്ടുപോയാൽ എവിടെ പോയി നിൽക്കും? സഹോദരന്മാരെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ പ്രത്യേകതയാണ്. അമ്പിയാക്കൾ തന്റെ പ്രബോധിത സമൂഹത്തിലെ എല്ലാവർക്കും നന്മ ചെയ്തു, എല്ലാവർക്കും ഗുണം ചെയ്തു, എല്ലാവർക്കും ഖൈറ് ചെയ്തപ്പോൾ ആ പ്രവാചകന്മാര് ജീവിക്കുന്ന കാലത്തുള്ള ജനങ്ങൾക്കോ ആ ജനങ്ങളിലെ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും ഭരണാധികാരികൾക്കും ഭരണീയർക്കും ആ പ്രവാചകനെ അറിയാം. എന്നാൽ ആ പ്രവാചകന്റെ പിൻഗാമികൾ ചെയ്യേണ്ട പണി ആ പ്രവാചകന്മാര് ചെയ്ത പ്രവർത്തനാണ്. അത് ചെയ്യുമ്പോൾ ആ പ്രവാചകന്മാരെ ലോകമറിഞ്ഞതുപോലെ ആ പണ്ഡിതന്മാരെയും ലോകമറിയും.
പക്ഷേ നാട്ടിലെ എല്ലാ സംഗതി ഞങ്ങളെ തലയിലാന്ന് പറഞ്ഞ മുജാഹിദ് മൗലവി പറയണ് ഞങ്ങളെ പറ്റി ആർക്കും പരിചയമല്ല. ലോകത്തെ മലയാളികൾക്കൊക്കെ പരിചയമുള്ള പണ്ഡിതൻ കാന്തപുരം ഉസ്താദാണ്. പോയ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരുപക്ഷെ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. കാന്തപുരം ഉസ്താദിനെ കേരളീയർക്കറിയാനുള്ള കാരണമെന്താണ്? ഈ രാജ്യത്തെ സമുദായത്തിനും സമൂഹത്തിനും ആവശ്യമുള്ള സൽക്രമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആ പണ്ഡിതന്റെ 24 മണിക്കൂറും കർമ്മനിരതമാണ്. സഹോദരന്മാരെ, നിങ്ങൾ മർക്കസിന്റെ അകത്തളങ്ങളിൽ അതിരാവിലെ സുബൈക്ക് ചെന്ന് നോക്കിയാലും അതാ മസ്ജിദുൽ ഹാമിലി എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് ഏറ്റവും വലിയ ജമാഅത്ത് കഴിഞ്ഞ് തസ്ബീഹ് മാലയിൽ ദിക്റ് ചൊല്ലിക്കൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു വരുന്നത് എവിടേക്കാണെന്നറിയുമോ? അതേ പശ്ചിമ ബംഗാളുകാരനും തമിഴ്നാട്ടുകാരനും കാശ്മീരിയുമായി 1000-ഓളം വരുന്ന യുവപണ്ഡിതന്മാരണിനിരന്ന് ഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്കോ ബുഖാരിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പാഠശാലയിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരികയാണ്. ആ പണ്ഡിതന്മാർക്ക് വിശാലമായ പാഠശാലയിൽ വെച്ചുകൊണ്ട് അറബിയിലും തമിഴിലും ഉറുദുവിലും മലയാളത്തിലും ഇമാം ബുഖാരിയുടെ കിതാബ് കാന്തപുരം ഉസ്താദ് ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവിടുന്നതാ തന്റെ ഓഫീസിലേക്ക് 10-11 മണിയാകുമ്പോൾ തന്റെ ഓഫീസിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോൾ ആ ഓഫീസ് ജനനിബിഡമായി മാറുകയാണ്. ആ ഓഫീസ് ജനത്തിരക്കുള്ളതായി മാറുകയാണ്. ആരാണ് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ വന്നിരിക്കുന്ന ജനങ്ങളെന്നോ? തന്റെ മകളുടെ കല്യാണത്തിന് സഹായം തേടി വന്നവരാ. മകന്റെ രോഗം മാറാൻ അവിടത്തെ കൊണ്ട് വെള്ളം മന്ത്രിച്ചോരി കൊണ്ടുപോകാൻ വന്നവരാണ്. നാടിന്റെ പല ഭാഗത്തുമുള്ള പള്ളികളുടെയും മദ്രസകളുടെയും കഥ പറഞ്ഞു കടന്നു വന്ന കാരണവന്മാരുണ്ട്. ഇങ്ങനെയുള്ള ആപാലവൃത്തം വരുന്ന ജനങ്ങളുടെ സങ്കട കണ്ണീരുകൾ പകരം നൽകിക്കൊണ്ട് ആ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം നൽകി തന്റെ ഓഫീസിൽ നിന്ന് കാന്തപുരം ഉസ്താദ് പടിയിറങ്ങുന്നതിന്റെ മുമ്പ് ആ ഓഫീസിൽ കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരും മക്കളെ കെട്ടിക്കാനുള്ളവരും വേദനയുള്ളവരും സങ്കടമുള്ളവരും വന്ന് ആ മഹാമനീഷിയുടെ മുമ്പിൽ സങ്കടക്കെട്ടഴിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സങ്കടത്തിന് പരിഹാരം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ചിത്രം നമ്മൾ പറയുന്നതല്ല. MI ഷാനവാസ് എന്ന് പറയുന്ന ലോക്സഭയിലെ ഒരു മലയാളി MP ഉണ്ട്. അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നേർക്കുനേരെ കണ്ട രംഗം വിശദീകരിക്കുകയാണ്. സമൂഹത്തിന്, ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്.
കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയിൽ ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ ഉത്തുംഗ മാതൃകയായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിത്വഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ്. ഇത് വളരട്ടെ. ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എല്ലാവരും ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. സഹോദരന്മാരെ, അദ്ദേഹം പറഞ്ഞത് അൽഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ പിൻഗാമികളായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരിൽ കാണുന്ന ഗുണങ്ങളോ കാന്തപുരം ഉസ്താദിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നതാണ്. അതേ അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗലോകത്ത് ഇപ്രകാരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ 2 വിരലുകൾ അടുപ്പിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ സാമീപ്യം സ്വർഗത്തിലുണ്ടാകുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയല്ലേ മർക്കസിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നാൽ മഹാനായ കാന്തപുരം ഉസ്താദ് തന്റെ തിരക്ക് പിടിച്ച സമയത്തിലതാ അവിടുന്ന് കടന്നു വരുന്ന മർക്കസിലെ തുർക്കിയായ തീങ്കാനയുടെ തിരുമുറ്റമുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികളായ ഐത്താമുകളുടെ അരികിലേക്ക് അതാ കാന്തപുരം ഉസ്താദ് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു വരുമ്പോൾ ആരാ മർക്കസിന്റെ മടിത്തട്ടിലുള്ളതെന്നറിയാമോ? അള്ളാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയ പിതാക്കൾ ഏൽപ്പിച്ച ആഘാതം സഹിക്കാൻ കഴിയാതെ ഉമ്മമാരുടെ മടിത്തട്ടിൽ കടന്ന് സല്ലപിക്കേണ്ട കൊച്ചുകുട്ടികളെ ഉമ്മമാര് കൊണ്ടുചെന്നാക്കിയതാണ് ആ മക്കളോ. ഒരു പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് പീടികയിൽ നിന്ന് 10 കാശിന്റെ മിഠായി വാങ്ങി തിന്നാ അല്ലാഹു ആ മക്കൾക്ക് വിധി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള മക്കളുടെ അരികിലേക്ക് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുമ്പോൾ ഒരു പിതാവിനോടെന്ന പോലെ
ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഓടിക്കൂടുന്ന മക്കളോ, അവിടുത്തെ കയ്യിലുള്ള മിഠായിക്ക് വേണ്ടി മത്സരിക്കുന്ന മക്കളോ, ഒരു പിതാവിനോടെന്ന പോലെ ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടുത്തെ ലോലമായ താടിരോമങ്ങളിൽ കുഞ്ഞിളം കൈകളെ കൊണ്ട് തലോടി സല്ലപിക്കുന്ന മക്കളുണ്ടല്ലോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു അനാഥയായ കുഞ്ഞുമോന്റെ തലയിൽ ഒരാൾ കൈവച്ചുകൊണ്ട് തലോടിയാൽ ആ മനുഷ്യന്റെ കൈ തട്ടുന്ന സ്ഥലത്തുള്ള യതീമിന്റെ തലയിലെ മുടികളുണ്ടല്ലോ, ആ മുടിയുടെ എണ്ണം കണ്ടുകൊണ്ട് അല്ലാഹു ആ മനുഷ്യന്റെ പദവി ഉയർത്തുന്നതാണോ, അല്ലാഹു ആ മനുഷ്യന്റെ ദോഷം പൊറുക്കുന്നതാണ്. അല്ലാഹു നമ്മയൊക്കെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. സഹോദരന്മാരെ, എല്ലാവരും എഴുന്നേറ്റ് അടുത്തോട്ട് വരണം. എല്ലാവരും ഇൻഷാ അല്ലാഹ്, അല്ലാഹു അവൻ നമ്മെ പൊരുത്തപ്പെടുമാറാവട്ടെ. അകലെ നിൽക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും ഒരു 5 മിനിറ്റ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണത്, മൻ ഫറജ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, തന്റെ സഹോദരന്റെ വിഷമം ഒരാൾ പരിഹരിച്ചു കൊടുത്താൽ അവരെ വിഷമം പരിഹരിക്കാൻ അല്ലാഹു അവന്റെ കൂടെയുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ എ.പി. ഉസ്താദ് ശത്രുക്കളിലൂടെ ആക്രമിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവിടത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കൂടെ എന്നും കരുത്തായി നിന്നത് ആയിരക്കണക്കായ അനാഥാലയങ്ങളിൽ നിന്ന് നിഷ്കളങ്കരായ കൊച്ചുകുട്ടികൾ ഉസ്താദിനെ റിയാദിന്റെ ജയിലറയിൽ അടക്കപ്പെട്ടപ്പോൾ കുവൈത്ത് കരാറിന്റെ പേരിൽ കുവൈത്തിൽ തളച്ചിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ചേകന്നൂർ മൗലവിയുടെ പേര് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ ജയിലിലടക്കാനുള്ള ശ്രമം നടന്നപ്പോൾ ഉസ്താദ് രക്ഷപ്പെട്ടത് അവിടുത്തെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് റബ്ബിന്റെ മുൻപിലെ ആയിരങ്ങളായ അനാഥാലയങ്ങളിൽ നിന്ന് കൈകൾ ഉയർത്തിയപ്പോൾ ആ കൈകൾ അല്ലാഹു തട്ടിയില്ല. എന്നും കാന്തപുരം ഉസ്താദിന്റെ ശക്തി അതാണ്, പവർ അതാണ്. അതുകൊണ്ട് തന്നെ അൽഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ പിന്തലമുറക്കാരായി പ്രവർത്തിക്കുന്ന പണ്ഡിതൻ എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രാധാന്യം കാന്തപുരം ഉസ്താദ് തന്റെ കർമ്മ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുകയാണ്. ലോകം തിരിയാത്തവർ, വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ആത്മീയമായ ചിന്തകളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി കടന്നു വന്ന വഹാബികളെ കാന്തപുരം ഉസ്താദ് ആത്മീയത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധിപരമായ വിപ്ലവം കൊണ്ടും തകർത്തപ്പോൾ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വഹാബികൾ ഇന്ന് തമ്മു തല്ലി നശിക്കാൻ. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അത്തരം കെണികളിൽ പെട്ടുപോയ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ പരിപാടി വലിയ ബർക്കത്തുള്ള പരിപാടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവരൊക്കെ തിരക്കുള്ള ആളുകളാണ്, നമ്മളെക്കാളൊക്കെ